നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് വരാം. 2 വകുപ്പുകൾ ഒരാൾ ഭരിച്ചാൽ എങ്ങനെയിരിക്കും? നമുക്കറിയാം, അത് ഒരുപക്ഷെ ഒരു വകുപ്പിന് ചില താളപ്പിഴകൾ സംഭവിക്കാം. ഒരു വകുപ്പ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയെന്നിരിക്കും. എന്നാൽ 2 വകുപ്പുകളെയും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ ഒരു ബ്ലെൻഡ്, അതായത് മനോഹരമായി ബ്ലെൻഡ് ചെയ്യിക്കാനുള്ള ഒരു ശേഷിയുണ്ടല്ലോ, അതൊരു സർഗ്ഗശേഷിയാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ലഭിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പുമാണെന്ന് ചിന്തിക്കുക. ഈ 2 വകുപ്പുകളെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം, അതായത് ഒരു വകുപ്പിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അടുത്ത മറ്റൊരു വകുപ്പിനെ കൂടി ഇത് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെ മാറ്റി തീർക്കാം എന്നുള്ളതിന് ഉദാത്തമായ മാതൃക കാട്ടിത്തന്ന ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. ചെറുപ്പത്തിൻ്റെ എല്ലാ പ്രസരിപ്പും ചെറുപ്പത്തിൻ്റെ എല്ലാ ഐഡിയോളജിയും വളരെ കൃത്യമായി പരിപാലിച്ചു പോകുന്ന ഒരു നേതാവാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള കാര്യം നമുക്ക് സംശയലേശമെന്നെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ കേരളത്തിലേക്ക് ഇന്ന് ഏറ്റവും വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേശീയപാത വികസനം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരുന്നു. നമ്മൾ ഏറെക്കുറെ തിരുവനന്തപുരത്ത് നിന്നും അങ്ങ് എറണാകുളം വരെയോ അല്ലെങ്കിൽ കാസർഗോഡ് വരെയോ കൊച്ചി, പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും റോഡ് എന്ന് പറയുന്നതിനെ വളരെ ഭീതിയോടുകൂടിയാണ് കണ്ടിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഓടി എന്നെത്താനാണ്. കാരണം നിരന്തരമായ ട്രാഫിക് ബ്ലോക്കുകൾ, നമുക്ക് അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ കയ്യിലിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഈ അതിവേഗതയെ സപ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ തന്നെയാണ്. അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് എല്ലാവരും ഇറക്കുന്നത്. 0 to 100 എത്താൻ 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 6 സെക്കൻഡ് എന്നൊക്കെ പറയുന്ന കണക്കിലാണ് ഓരോ വാഹനങ്ങളും അവരുടെ ഒരു പവർ നമുക്ക് കാണിച്ചു തരുന്നത്, എത്രത്തോളം അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്നാൽ ഈ തന്നെ 6 ഗിയർ ബോക്സ് ഉള്ള 6 ഗിയറുകളുള്ള വാഹനങ്ങൾ, ഓട്ടോമാറ്റിക് 7 വരെ കിട്ടുന്ന വാഹനങ്ങൾ, ഇതൊക്കെ പക്ഷേ നമ്മുടെ ഈ റോഡിലൂടെ എങ്ങനെയിട്ട് ഓടിക്കും? കാര്യം നമ്മുടെ റോഡിന് അതിന് പറ്റിയ വീതിയില്ല, നമുക്ക് ട്രാഫിക് ബ്ലോക്കുകൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ട്രാഫിക് സിഗ്നലുകൾ പോലും ഇല്ലാതെ ഒരു റോഡ് പണിയാനുള്ള തീരുമാനം, അത് വല്ലാത്ത കാർക്കശ്യത്തോടു കൂടിയുള്ള തീരുമാനമായിരുന്നു. ഏകദേശം 600-ലധികം കിലോമീറ്ററുകൾ ഒരു ട്രാഫിക് ലൈറ്റുകൾ പോലും ഇല്ലാതെ, ട്രാഫിക് നിയന്ത്രണം മീൻസ് ട്രാഫിക്കിന് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാതെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യ കഴിവ് തന്നെയാണ്. എന്നാൽ ഇതൊരു പൊതുമരാമത്ത് വർക്ക് തന്നെയാണ്. നമ്മൾ കാണുന്നത് NHAയുമായി സംയോജിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പാലങ്ങൾ വേണ്ടെടുത്ത് പാലങ്ങൾ നിർമ്മിക്കുക, അടിപ്പാതകൾ വേണ്ടെടുത്ത് അടിപ്പാതകൾ നിർമ്മിക്കുക തുടങ്ങിയ വിപുലമായ ഒരു പദ്ധതി തന്നെയാണ് നമ്മുടെ NH66 എന്ന് പറയുന്ന ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതിനെ എങ്ങനെയാണ് ഒരു നാടിനെ ടൂറിസവും പൊതുമരാമത്തും കൂടി ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സംശയം. നമുക്കറിയാം, നമുക്ക് പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഇവിടേക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആലപ്പുഴ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളൊരു ജില്ലയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ കായലോര ടൂറിസത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിങ്, അതുപോലെ വാട്ടർ ടൂറിസം തുടങ്ങിയവയ്ക്കൊക്കെ വളരെ കേൾവി കേട്ട ഒന്ന് തന്നെയാണ് ആലപ്പുഴ. ആലപ്പുഴയെ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഹൗസ് ബോട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പം ഒരു വാട്ടർ തീം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂറിസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ആലപ്പുഴ. എന്നാൽ ഈ ആലപ്പുഴയിൽ ഉയർന്നിരിക്കുക പാലങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ പലയിടങ്ങളിലും കുട്ടനാടൻ മേഖലകളാണ്, പലയിടങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് ആളുകൾക്ക് പുറം ലോകത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വള്ളങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്നേരം വള്ളങ്ങൾ, ഈ വെള്ളപ്പൊക്കമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ വള്ളങ്ങളിലുള്ള യാത്ര വളരെ ദുഷ്കരമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെ എളുപ്പമാക്കാൻ വേണ്ടി പലയിടങ്ങളിലും പാലങ്ങൾ നിർമ്മിച്ചു. ആലപ്പുഴയെ സംബന്ധിച്ച് മുപ്പാലം എന്ന് പറയുന്നൊരു പാലമുണ്ട്. വളരെ പ്രശസ്തമായ പാലമാണ്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രേം നസീറിൻ്റെ കാലം മുതൽ തന്നെ, പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ല, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ ആ പാലത്തിൻ്റെ ഒരു പ്രാധാന്യം, പിന്നീട് മലയാളത്തിലെ നിരവധി സിനിമകളുടെ ലൊക്കേഷനായി മാറിയ ഒന്നാണ് ഈ മുപ്പാലം. എന്നാൽ ഇന്ന് മുപ്പാലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ, അന്ന് തന്നെ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുപ്പാലത്തിൻ്റെ ഒരു ഏരിയൽ ദൃശ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്ര മനോഹരമായി ടൂറിസത്തെയും പൊതുമരാമത്തിനെയും ബ്ലെൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ആശങ്കയോടുകൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം അതൊരു നാൽപ്പാലം എന്ന് പറയുന്ന ലെവലിലേക്ക് അത് മാറ്റി, മനോഹരമായ വെള്ളത്തിന് നടുക്കായിട്ടൊരു മനോഹരമായ ഒരു റൗണ്ടൊക്കെ കൊടുത്തു. 4 വശത്തു നിന്നും വന്ന് കയറുന്ന റോഡ്, ഒരു റൗണ്ട് ബോട്ട്, അതിൻ്റെ നടുക്ക് കിടക്കുന്ന പിന്നെ വെള്ളം,
ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ ആ റോഡിൻ്റെ ഒരു ഭംഗി, ആ പാലത്തിൻ്റെ ഒരു ഭംഗി വളരെ മികച്ചതായി മാറുന്നു. അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാനും അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങൾ ഒക്കെ അവിടെ ഒന്ന് എന്തൊരു ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പ്രദേശമായി അത് മാറുന്ന രീതിയിലേക്ക് അതിനെ ഒരുക്കിയെടുക്കാൻ സാധിച്ചു. അപ്പം ഒരു പാലം ഉണ്ടാകുമ്പോൾ പാലങ്ങൾ സാധാരണ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്നാൽ ഈ പാലത്തിൽ നിന്നുകൊണ്ട് ചില ടൂറിസം സാധ്യതകൾ കൂടി ഉണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് കുറേ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് ഒരു മാറ്റമുണ്ടാക്കിയത് ശരിക്കും PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി തന്നെയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം നമ്മൾ ഏതൊരു പാലം എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. ഏകദേശം കിലോമീറ്റർ കണക്കിന് നീണ്ടു കിടക്കുന്ന വലിയൊരു പാലം തന്നെയാണ്. എന്നാൽ ആ കായലിന് നടുവിലൂടെയുള്ള ആ ഒരു യാത്ര വളരെ രസകരമായൊരു യാത്രയായിരിക്കും എന്നുള്ളതാണ്. കാരണം അതുവഴി വാഹനത്തിൽ കാറിലായാലും 2 വീലറിലായാലും ആ പാലത്തിലൂടെയുള്ളൊരു യാത്ര നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ആ പാലത്തിന് കൊടുത്തിരിക്കുന്ന ചില ആർച്ചുകൾ, അതിന് കൊടുത്തിരിക്കുന്ന നിറം, ഇതൊക്കെ നമ്മളുടെ കണ്ണിനെ ആകർഷിക്കും. വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവിടെ പോയി കുറച്ച് നേരം സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ ഒരു മേഖലയായി അത് മാറുകയും ചെയ്യും. ഈ ഒരു പാലം വരുമ്പോഴുണ്ടാകുന്ന മാറ്റം, ആ പാലം കാണാനായി നിരവധി ആളുകൾ അവിടേക്ക് എത്തുകയും അവിടെ എത്തുന്ന ആളുകൾ പലപ്പോഴും അവിടെ കുറച്ചു നേരം തങ്ങുകയൊക്കെ ചെയ്യും. അതോടുകൂടി ആ സ്ഥലത്തിനുണ്ടാകുന്ന മാറ്റം നമ്മുടെ പല പാലങ്ങളുടെ ചുറ്റുവട്ടം എടുത്ത് നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വലിയഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു പാലം വന്നിട്ടുണ്ട്. ആ വലിയഴീക്കൽ പാലം വളരെ മനോഹരമായി ഒരുങ്ങുന്ന ബോസ്ട്രിംഗ് പാലം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ബോസ്ട്രിംഗ് പാലം, അതുമായി ബന്ധപ്പെട്ട് നിറം പോലും അതേ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് മനോഹരമായ വെളിച്ച വിധാനങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു പാലമാണ്. ആ പാലത്തിലൂടെ യാത്ര ചെയ്ത്, എന്നാൽ പണ്ട് വലിയഴീക്കൽ പോലുള്ള ഭാഗങ്ങളിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കാര്യം അതൊരു ടൂറിസം മേഖല, പുറത്തു നിന്നുള്ളവർ ഈ പാലം കാണാനായിട്ട് എത്തുന്നു. ടൂറിസ്റ്റ് അവർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, ആ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ ആൾക്കാർ തയ്യാറെടുക്കുന്നു. അങ്ങനെ തീർത്തും ഒരു ഒട്ടും വികസനങ്ങളില്ലാത്ത ഒരു എൻഡായി കിടന്ന ഒരു പ്രദേശമാണ് അത്. ഒരു കായലും കടലും തമ്മിൽ ചേരുന്ന ഒരു പൊഴി എന്നുള്ള നിലയിൽ കിടന്ന ഒരു ഭാഗമായിരുന്നു അത്. എന്നാൽ അവിടെ പാലം വന്നതോടുകൂടി ഇരുപുറങ്ങളിലും അവിടെ മാർക്കറ്റുകൾ സജീവമായി തുടങ്ങി. അവിടെ വന്നെത്തുന്നവർക്ക് ആഹാരം കഴിക്കാനുള്ള തട്ടുകടകൾ, അവിടൊപ്പം ചെറിയ ഹോട്ടലുകൾ, എന്നാൽ വിശാലമായി കഴിക്കേണ്ടവർക്ക് അതിന് പറ്റിയ പ്രദേശങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ സമൂലമായ വികസനത്തിനെ എങ്ങനെയാണ് ഒരു പാലം അതിന് ഒരു മുതൽക്കൂട്ടാകുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളായി നമുക്കിതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആ ഭാഗങ്ങളെല്ലാം ആൾക്കാർക്ക് വന്നിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസുകളായി മാറുന്നു. അതോടൊപ്പം അവർക്ക് ആഹാരം കഴിക്കേണ്ടവർക്ക് ആഹാരം കഴിക്കാൻ പറ്റിയ പ്രദേശങ്ങളായി മാറുന്നു. അതുപോലെ നിരവധി പാലങ്ങൾ ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം ഉള്ള മറ്റൊരു പാലമാണ് നാലുചിറ പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ഈ നാലുചിറ പാലം ശരിക്കും ഈ കുട്ടനാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു പാലമാണ്. ഈ നാലുചിറ പാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു പക്ഷിയുടെ ചിറകിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ പൊതുമരാമത്ത് വകുപ്പിനെ ടൂറിസത്തിലേക്ക് എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷിയുടെ ചിറകിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം, അതൊരു പക്ഷേ അത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ ആ പാലത്തിൽ വന്നിരിക്കാനും അവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്ന കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ട് ആൾക്കാർക്ക് അവിടെ വന്നിരിക്കാൻ സാധിക്കും. അതൊരു തരത്തിൽ അവിടേക്ക് യാത്രക്കാർ വരുന്നു. ചില അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡിൻ്റെ വികസനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്നു. നാട് അതോടൊപ്പം തന്നെ വികസിക്കുന്നു. ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ അതിനോട് ചേർന്ന് വരുന്നു. ആ നാട്ടിലുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗം ഇങ്ങനെ ഉള്ളതായി മാറുന്നു. ചിലയിടങ്ങളിൽ ഹിറ്റായി മാറിയിരിക്കുന്ന പല ഫുഡ് സ്പോട്ടുകൾ ആയി മാറുന്നു. ഇതൊക്കെ ടൂറിസം സ്പോട്ടുകളായി മാറുന്നു. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ട് നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല ഒന്നാന്തരം ഫുഡ് സ്പോട്ടുകൾ വരെ അവിടെ, ഇന്നത്തെ ജെൻസിയുടെ ഭാഷയെ പറഞ്ഞാൽ അതുവരെ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന എല്ലാ പാലത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതോടൊപ്പം ഏറ്റവും നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട മറ്റൊരു പടഹാരം പാലം എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ മറ്റൊരു പാലം വരുന്നുണ്ട്. പാലം രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ നോക്കിയാൽ കാണാം, അവിടെ നിന്ന് വാച്ച് ടവർ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് 8ഓളം വാച്ച് ടവറുകൾ നിർമ്മിച്ചുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ, അതിൽ കയറി നിന്ന് നമുക്ക് അപ്പോൾ റോഡിൽ നിന്ന് മാറി ആ പാലത്തിൻ്റെ ആ സൈഡിൽ ഒരുക്കിയിരിക്കുന്ന ഈ വാച്ച് ടവറിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടനാടൻ നല്ല പാടശേഖരങ്ങളും അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ജലാശയങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ തന്നെ പാത്ത് വേ പാലം എന്ന് പറയും. അതായത് പാത്ത് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോഡലായിരിക്കും. മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള പാലമാണെങ്കിൽ താഴെ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ വേണ്ട വീതിയിൽ ഏകദേശം 1.25 മീറ്റർ വീതിയിൽ അവിടെ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സ്പേസ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടും അവിടെ നിൽക്കാം, വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം, അതിലൂടെ നടക്കാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്തു വെച്ചുകൊണ്ടാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ
എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസവുമായി ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോട്ടയം നഗരത്തിൽ ഏറ്റവും വലിയ ശാപമായി നിൽക്കുന്ന ഒന്നാണ് ആകാശപാത എന്ന് പറയുന്നത്. ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള രീതിയിൽ ഇരുമ്പ് പൈപ്പുകൾ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ആകാശപാത നമ്മൾ കോട്ടയം നഗരത്തിൽ നമ്മൾ കാണാറുണ്ട്. അത് നമുക്കെല്ലാവർക്കും, വാഹനത്തിൽ പോകുന്നവർക്കും കാൽനട യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പലരും മേൽപോട്ട് നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ചുക്കും കാണില്ല. കാര്യം ഇരുമ്പ് പൈപ്പുകൾ മാത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആകാശപാത എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം വിഭാവനം ചെയ്യേണ്ടത് എന്ന് നമുക്ക് കോട്ടയം, തൃശ്ശൂർ ടൗണിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മനോഹരമായ ഒരു ആകാശപാതയുണ്ട്. ഇതെല്ലാമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് കിട്ടുന്ന വകുപ്പിനെ വളരെ കൃത്യമായി അവിടെ കൊണ്ട് നടക്കുക എന്ന് പറയാം. അതായത് ആ വകുപ്പിനെ കൃത്യമായി ബ്ലെൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തൻ്റെ കയ്യിലുണ്ട്, ടൂറിസം വകുപ്പും തൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും എന്നാൽ അവിടെ ടൂറിസം മേഖലകൾ സാധ്യമാക്കുന്ന തരത്തിലും ബ്ലെൻഡ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കഴിവാണ്. ഇതിനു മുൻപ് നമുക്ക് പല ടൂറിസം വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ തോന്നാത്ത പല നൂതനമായ ഐഡിയകളും നമ്മുടെ കേരളത്തിൽ, ഇതെല്ലാം കിഫ്ബി എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെ നിരവധി പാലങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇത് കാണാൻ വേണ്ടി ആൾക്കാരെത്തുന്നു. അവിടുത്തെ കച്ചവട രംഗം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നു. ഫുഡ് സ്പോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊരുക്കുന്നു. എന്തുകൊണ്ടും ഒരു ജൻസി മന്ത്രി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ് ശരിക്കും മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഘട്ടത്തിലും നമുക്ക് സംശയമില്ല. പിന്നീട് അതോടൊപ്പം തന്നെ ഇദ്ദേഹം നടപ്പിലാക്കിയ ജില്ലാ ടൂറിസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചില പദ്ധതികൾ, അതായത് ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി ഇതോടുകൂടി, അതായത് പങ്കാളിത്തത്തോടു കൂടി ഒരു പ്രദേശത്തുള്ള ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു സ്പേസ്, അവിടെ ഒരു ടൂറിസത്തിന് സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും ആ സ്ഥലങ്ങളിൽ ടൂറിസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കൊച്ചു കൊച്ചു സ്പേസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങിങ്ങായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടി വരുന്നു. ചില വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ ചെറിയ തണ്ണീർത്തടങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകൾ, കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഏരിയകൾ, അവിടെ പോയി ഇരിക്കാനുള്ള സ്പേസുകൾ, ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ടീ ഷോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാൻറ്റീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ രീതികളും, അത് ചെറിയ ടിക്കറ്റ് നിരക്കിൽ നമുക്ക് അവിടെ പോയി ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതും ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ മാത്രം കഴിവുകളിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സാധ്യമാക്കാൻ കഴിയുമോ എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ മൂരാച്ചി കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ ടൂറിസത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പൊതുമരാമത്തിൻ്റെ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, IT എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം പോയിക്കൊണ്ടിരുന്നത്. ഇനി ഒരുപക്ഷെ ഇതൊക്കെ തുടരണം, അല്ലെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന അതേ അവസ്ഥയോടുകൂടി തന്നെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മറ്റൊരു ഭരണകൂടത്തെ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചാൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയമുണ്ട്. കാര്യം ഇതെല്ലാം തുടരുമോ? നമുക്കിനിയിപ്പം വയനാട് തുരങ്കപാത പദ്ധതി ഇടുന്നുണ്ട്, അതിനിയും തുടരുമോ? ഇനി അതല്ല നമ്മുടെ കേരളത്തിൽ ഇനിയും വീട് കിട്ടേണ്ടവർക്ക് വീട് കിട്ടുമോ? 4.5 ലക്ഷത്തിലധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ 5 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് നമ്മൾ വീട് സമ്മാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ സമ്മാനിക്കുകയല്ല, അവർക്ക് അർഹതപ്പെട്ടവരാണ്, അവർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊക്കെ നമുക്ക് തുടരുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കാര്യം അതൊക്കെ തുടരണമെങ്കിൽ നമുക്ക് ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടായാൽ അത് നടക്കില്ല. ഒരു തുടർഭരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കൂ എന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങൾക്കും അറിയാം. ഈ രീതിയിലുള്ള ചില ബ്ലെൻഡുകൾ നമുക്ക് കാണണമെങ്കിൽ, ഈ രീതിയിലുള്ള ചില വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണണമെങ്കിൽ തീർച്ചയായും ഈ ഇടതുപക്ഷ സർക്കാർ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ ഏറിയ പങ്കും. ഈ പറയുന്ന പോലെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടുകൊണ്ട്, തമ്മിൽ അടിയിട്ടുകൊണ്ടിരിക്കുന്ന അണികളെ കണ്ടുകൊണ്ടും നേതാക്കന്മാരെ കണ്ടുകൊണ്ടും നമ്മൾ എങ്ങനെയാണ് ഇനി ഒരു പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തുക എന്നുള്ളൊരു സംശയവും ഞാനിവിടെ ഉന്നയിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.